നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് പറയാൻ പോകുന്നത് യൂണിക് തണ്ടപ്പേരിനെ പറ്റിയിട്ടാണ്. രാജ്യത്താകമാനം ഭൂമിയുള്ളവർക്ക്, അത് 1 സെൻറ്റ് പോലും ഭൂമിയുള്ളവർക്ക് തണ്ടപ്പേർ എന്നുള്ളൊരു സംഭവമുണ്ട്. ഈ തണ്ടപ്പേര് യൂണിക് തണ്ടപ്പേരാക്കുകയാണ്. അതായത് ഒരാൾക്ക് സംസ്ഥാനത്തുള്ള എല്ലാ ഭൂമിക്കും 13 അക്ക ഒറ്റ തണ്ടപ്പേർ ആവുകയാണ്. രാജ്യത്ത് ആദ്യമായിട്ട് ആധാർ അധിഷ്ഠിത യൂണിക് തണ്ടപ്പേർ നടപ്പാക്കുന്നതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈയിടെയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഓൺലൈനായിട്ട് ചെയ്തത്. ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിൽ ലഭിക്കുന്ന OTP ഉപയോഗിച്ചിട്ട് ഓൺലൈനായിട്ടോ വില്ലേജ് ഓഫീസിൽ നേരിട്ട് എത്തിയിട്ട് വിരലടയാളം പതിപ്പിച്ചോ നമുക്ക് ആധാറിനെ തണ്ടപ്പേരുമായിട്ട് ബന്ധിപ്പിക്കാം. ഇത് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ പരിശോധിച്ച് അംഗീകരിക്കുന്ന മുറയ്ക്ക് നമുക്ക് യൂണിക് തണ്ടപ്പേർ ലഭിക്കും. ഇതിലൂടെ എന്താ കാര്യം? ഒരു ഭൂവുടമയ്ക്ക് സംസ്ഥാനത്തെ ഏത് വില്ലേജിൽ നിന്ന് ഭൂമിയുടെയും അതുമായിട്ട് ബന്ധപ്പെട്ട സേവനങ്ങളുടെയും വിവരങ്ങൾ ഒറ്റ തണ്ടപ്പേരിൽ ലഭിക്കും. ഇനി പരിധിയിൽ കവിഞ്ഞ ഭൂമി ഒരാളുടെ പേരിലുണ്ടെങ്കിൽ അത് സർക്കാരിന് കണ്ടെത്താനുമാകും. അതായത് ഈ ബിനാമി പരിപാടി അങ്ങനെയുള്ള ഏർപ്പാടൊന്നും നടക്കില്ല എന്ന് ചുരുക്കത്തിൽ പറയാം. ഇത് എല്ലാവരും നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. നമ്മളുടെ ആധാറിനെ തണ്ടപ്പേരുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കണം. 1 സെൻറ്റ് സ്ഥലമുള്ള ആളും ഇത് ചെയ്തിരിക്കണം. ഇതെങ്ങനെ ഓൺലൈനിലൂടെ ചെയ്യാമെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു 3 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ദയവായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അത് എനിക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കാനല്ല. ഒരു യൂട്യൂബറിനെ സമയത്തോളം 30 സെക്കൻഡ് നിങ്ങൾ കണ്ടാൽ തന്നെ അതൊരു വ്യൂ ആയിട്ട് മാറും. അത്രേ വേണ്ടൂ. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. ഇതിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് 1-2 ഘട്ടങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മുഴുവനായിട്ട് കാണാൻ പറയുന്നത്. കാരണം പല സംശയങ്ങളും എനിക്ക് വരുന്നത് വീഡിയോ കാണാഞ്ഞിട്ടാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. സമയമില്ലാത്തവർ സമയമെടുത്ത് സമയമുള്ളപ്പോൾ കാണുക. രണ്ടാമത്തെ കാര്യം, സാധാരണ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാറില്ല, ഷെയർ ചെയ്യാനേ പറയാറുള്ളൂ. പക്ഷേ ഇത് എല്ലാവരും ചെയ്യേണ്ടതുണ്ട്. അതായത് 1 സെൻറ്റെങ്കിലും ഭൂമിയുള്ള ആൾ ചെയ്യേണ്ടതുകൊണ്ട് ദയവായിട്ട് ഇത് ഷെയർ ചെയ്യുന്നതിനൊപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. താഴത്തേക്ക് നോക്കൂ, ചുവന്ന കളറിലാണ് സബ്സ്ക്രൈബ് എന്നുള്ളത് കാണുന്നുണ്ടെങ്കിൽ ഒരു ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ വരും, അതിലും ക്ലിക്ക് ചെയ്ത് അതിൽ ഏറ്റവും മുകളിലത്തെ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഈ വിവരങ്ങൾ ദയവായിട്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. കാരണം പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല, ഇത് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം എടുത്തു പറയുന്നത്. മൂന്നാമത്തെ കാര്യം, നമ്മൾ ഇങ്ങനെയുള്ള വിവരങ്ങൾ, അതായത് സർക്കാർ സംബന്ധമായ എന്തെങ്കിലും അറിയിപ്പുകൾ, കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ന്യൂസുകൾ, അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് എല്ലാം കൂടെ ചേർത്തി എല്ലാവർക്കും കിട്ടുന്ന വിധത്തിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഈ നമ്പർ അറിയാലോ, സേവ് ചെയ്യുമൊന്നും വേണ്ട, ലാസ്റ്റ് ഒന്നുകൂടെ ഞാൻ പറയാം. ഈ നമ്പർ സുരേഷം യൂട്യൂബ് ചാനൽ എന്നുള്ള പേരിലൊന്ന് സേവ് ചെയ്യുക. എന്നിട്ട് വാട്സപ്പിൽ നിങ്ങളുടെ പേരും ജില്ലയും അയച്ചാൽ നിങ്ങൾക്ക് വരുന്ന വെൽക്കം മെസ്സേജിൽ ഒരു ഗ്രൂപ്പ് ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ താല്പര്യമെങ്കിൽ ജോയിൻ ചെയ്യുക. അനാവശ്യ മെസ്സേജുകളൊന്നും വരില്ല കേട്ടോ. അതായത് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, കുറേ ഫോട്ടോസ്, നിങ്ങളുടെ ഫോൺ ഹാങ് ആവുന്ന ഒന്നും അതിൽ വരില്ല. എന്തെങ്കിലും ഇതേപോലുള്ള അറിയിപ്പുകൾ മാത്രമേ വരൂ. താല്പര്യമെങ്കിൽ അതിലും ജോയിൻ ചെയ്യുക. ഇനി നമ്മൾ യൂണിക് തണ്ടപ്പേർ, അതായത് നമ്മുടെ ആധാറിനെ തണ്ടപ്പേറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആ വീഡിയോയിലേക്ക് കടക്കുകയാണ്. സാധാരണ ഞാൻ എല്ലാം മൊബൈൽ തന്നെയാണ് ചെയ്യാറ്. മൊബൈലിലൂടെ ഇതെങ്ങനെ ചെയ്യാമെന്നാണ് കാണിച്ചു കൊടുക്കാറ്. പക്ഷേ 2 ദിവസമായിട്ട് ഞാൻ നോക്കുന്ന ഒരു ഘട്ടം എത്തുമ്പോൾ നമുക്ക് മൊബൈലിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് 2022 മെയ് 19 തീയതിയാണ്. ഇന്ന് വരെ അത് വന്നിട്ടില്ല. പക്ഷേ വരികയാണെങ്കിൽ മൊബൈലിൽ ഇങ്ങനെ തന്നെയായിരിക്കും വരിക. അതുകൊണ്ട് ആ ഭാഗത്ത് ഞാൻ സിസ്റ്റത്തിലാണ് കാണിക്കുന്നത്. പക്ഷേ മൊബൈലിലും അതേ ഓപ്ഷൻ തന്നെയാണ് വരിക. അപ്പോൾ നമ്മൾ ഏകീകൃത തണ്ടപ്പേർ, യൂണിക് തണ്ടപ്പേർ എന്നുള്ള വീഡിയോയിലേക്ക് കിടക്കുകയാണ്. സംസ്ഥാനത്തെ എല്ലാ ഭൂവുടമകൾക്കും ആധാർ അധിഷ്ഠിത യൂണിക് തണ്ടപ്പേർ നടപ്പിലാക്കുന്നതിനായിട്ട് റവന്യൂ ലാൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം RELIS സോഫ്റ്റ്വെയറിൽ ഭൂവുടമകളുടെ വിവരങ്ങൾ ആധാർ നമ്പറുമായി ബന്ധിപ്പിക്കുന്നതിന് 12/2/2020 അങ്ങനെ ഉത്തരവ് നമ്പർ കൊടുത്തിട്ടുണ്ട്. സർക്കാർ അനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. തുടർന്ന് 23/8/21 കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 9/12/21 ആ നമ്പർ ഉത്തരവ് പ്രകാരം കേരളത്തിൽ യൂണിക് തണ്ടപ്പേർ സംവിധാനം നടപ്പാക്കുന്നതിനുള്ള വിജ്ഞാപനം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. റവന്യൂ വകുപ്പിൻ്റെ RELIS എന്ന സോഫ്റ്റ്വെയറിൽ യൂണിക് തണ്ടപ്പേർ സംവിധാനം നടപ്പിലാക്കുന്നതിൻ്റെ മോഡ്യൂൾ വികസിപ്പിച്ചിട്ടുണ്ട്. ഇനി എങ്ങനെ യൂണിക് തണ്ടപ്പേർ ഓൺലൈനിലൂടെ ചെയ്യാന്നുള്ളത് നോക്കാം. അതിനു മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ കുടിശ്ശിക വരുത്തിയിട്ടുണ്ടെങ്കിൽ, അതായത് ടാക്സ് അടയ്ക്കാതെ കുടിശ്ശിക വരുത്തിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ വില്ലേജ് ഓഫീസിൽ ചെന്നിട്ട് ടാക്സ് അടയ്ക്കുക. കുറേ കാലത്ത് അടയ്ക്കാണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ വില്ലേജ് ഓഫീസിൽ പോയിട്ട് ടാക്സ് അടയ്ക്കുക. ടാക്സ് അടച്ച് നമ്മുടെ കുടിശ്ശിക തീർത്ത് കഴിഞ്ഞാലേ നമുക്കിത് ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് പ്രത്യേകം ഓർക്കുക. ഇതിൽ ആദ്യം കാണിക്കുന്നതും അത് തന്നെയാണ്. നമ്മൾ ഈ വർഷത്തെ ടാക്സ് അടയ്ക്കണം, അടച്ചിട്ട് വേണം നമുക്കിത് ഈ യൂണിക് തണ്ടപ്പേരിന് അപേക്ഷ കൊടുക്കാൻ. അതാണ് ആദ്യം കാണിക്കുന്നത്. അങ്ങനെ നമുക്ക് യൂണിക് തണ്ടപ്പേർ എങ്ങനെ ചെയ്യാമെന്നുള്ളതും കാണാം. അതിനാദ്യമായിട്ട് ഫോൺ എടുക്കുക.
ഫോണിൽ ഗൂഗിൾ ക്രോം എടുക്കുക. ഗൂഗിൾ ക്രോമിൽ www.revenue.kerala.gov.in ഇത് ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുക്കാം കേട്ടോ. അത് ഓപ്പണായിട്ട് വരിക. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ ഒരു സൈറ്റിലാണ്. അതിൽ ക്വിക്ക് പേ ലോഗിൻ രജിസ്റ്റർ എന്നുള്ളത് കാണും. നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ടേ? ആദ്യമായിട്ട് കയറുകയല്ലേ? അപ്പോൾ രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഭാഗം ഇങ്ങനെ വരും. അതിൽ ഫുൾ നെയിം കൊടുക്കുക, നിങ്ങളുടെ ടൗൺ, സിറ്റി, ഏരിയ, ലൊക്കാലിറ്റി, നമ്മളുടെ ലൊക്കേഷൻ കൊടുക്കുക, പിന്നെ റോഡ്, സ്ട്രീറ്റ്, പോസ്റ്റ് ഓഫീസ് കൊടുക്കുക, വില്ലേജ്, നമ്മുടെ വില്ലേജ് ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക, പിൻകോഡ് കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, എന്നിട്ട് താഴത്ത് നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക. ആ നെക്സ്റ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ സൈൻ അപ്പ് എന്ന് പറഞ്ഞിട്ട് വരും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. യൂസർ നെയിമും പാസ്വേഡും റീ എൻ്റർ പാസ്വേഡ് എന്നുള്ളത് കാണാം. ഈ യൂസർ നെയിം ഇപ്പോൾ ഞാൻ സുരേഷ് ബാബു എന്ന് കൊടുത്താൽ കോമൺ ആയിട്ടുള്ള പേരായതുകൊണ്ട് ആരെങ്കിലും അത് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മുകളിൽ ചുവന്ന കളറിലാണ് കാണുക, ഇതേപോലെ പച്ച കളറിൽ കാണണം. അപ്പോൾ നമുക്ക് പേരിൻ്റെ കൂടെ എന്തെങ്കിലും കൊടുക്കാം. സുരേഷ് ബാബു 123, സുരേഷ് ബാബു 143 അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അങ്ങനെ നിങ്ങളുടെ പേരിൻ്റെ കൂടെ മെയിൽ ID പോലെയുള്ളത് കൊടുത്താൽ മതി. കാരണം ഇതൊരു യൂസർ നെയിം ഉപയോഗിക്കുമ്പോൾ വേറെ ആൾ ഉപയോഗിച്ച് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മുകളിൽ അവൈലബിൾ എന്നുള്ള പച്ച കളറിൽ വന്നിരിക്കണം. അതിനുശേഷം പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് റീ എൻ്ററും ചെയ്യാം. ഈ പാസ്വേഡ് കൊടുക്കുമ്പോൾ 1 2 3 4 കൊടുക്കാതെ അക്ഷരവും അക്കവും ഒരു സങ്കലനായിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും സിമ്പിളും ഒക്കെ വരുന്ന വിധത്തിൽ. ഉദാഹരണം വേണമെങ്കിൽ പറയാം, Kerala@123. അതായത് കേരളയിലേക്ക് ക്യാപിറ്റലാണ്, ബാക്കിയുള്ളത് സ്മോൾ ലെറ്ററാണ്, പിന്നെ സിമ്പിൾ ഉണ്ട്, 1 2 3 അക്കമുണ്ട്. ഇതിൽ അക്ഷരം ഉണ്ടാവും, അക്കം ഉണ്ടാവും, സിമ്പിളും ഉണ്ടാവും. ഒരു 6-7 അക്ഷരത്തിന് മേലെ, മൊത്തത്തിൽ 6-7 അക്ഷരങ്ങൾക്ക് മേലെ ഉണ്ടാവും വേണം. ഇങ്ങനെയാണ് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആ പാസ്വേഡ് 2 തവണ കൊടുത്തിട്ട് താഴത്ത് ഗെറ്റ് OTP കൊടുത്താൽ ഇങ്ങനെ വരും. യു വിൽ ഷോർട്ട്ലി റിസീവ് OTP ഫോർ രജിസ്ട്രേഷൻ. ആ ഫോണിലേക്ക് OTP വരും. ആ OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ താഴെ തന്നെ ഒരു സെക്യൂരിറ്റി കോഡ് ഉണ്ടാവും. അതിലെന്താണോ അക്കങ്ങൾ കാണുന്നത് അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ യൂസർ നെയിം രജിസ്റ്റർ ആയി കഴിഞ്ഞു. അപ്പോൾ താഴത്ത് ഇങ്ങനെ കാണും, യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി, ഗോ ടു സൈൻ ഇൻ എന്നുള്ളത് കാണും. അപ്പോൾ സൈൻ ഇൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ വന്നിട്ട് ലോഗിൻ എന്നുള്ളതിലും കൊടുക്കാം. സൈൻ ഇന്നിൽ നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും പിന്നെ താഴത്തൊരു സെക്യൂരിറ്റി കോഡ് ഉണ്ടാവും, അതും കൊടുത്തു കഴിഞ്ഞിട്ട് സൈൻ ഇൻ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ സൈറ്റിൻ്റെ, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈറ്റിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ആകും. ഇങ്ങനെയാണ് മൊബൈലിൽ ഇത് കാണാൻ പറ്റുക. ഇത് നമുക്ക് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യാം. അപ്പോൾ താഴത്ത് സെലക്ട് പേയ്മെൻറ്റ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കാണും. ബേസിക് ടാക്സ് അങ്ങനെയുള്ളതൊക്കെ. അതിൻ്റെ താഴത്ത് ക്വിക്ക് ലിങ്ക്സ് ഉണ്ടോ, അതിൽ ലാൻഡ് ടാക്സ് പേയ്മെൻറ്റ്സ് ഉണ്ട്. നമ്മൾ ലാൻഡ് ടാക്സ് ആദ്യം അടയ്ക്കണമെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ലാൻഡ് ടാക്സ് അടയ്ക്കാനുള്ള ഓപ്ഷൻ വരും. നമ്മൾ ലാൻഡ് ടാക്സ് അടയ്ക്കാൻ പോവുകയാണ് ആദ്യം. അപ്പോൾ അതിൽ ചെയ്യുന്ന സമയത്ത് അതിലിങ്ങനെ കാണും, പ്രിയ നികുതിദായകരെ, ട്രഷറി വകുപ്പ് നിയമം അനുസരിച്ച് ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള ഇടപാട് അനുവദനീയമല്ല. കാരണം പലരും ഗൾഫിലുള്ളവർ വിളിച്ചു ചോദിക്കാറുണ്ട് ലാൻഡ് ടാക്സ് അടയ്ക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഗൾഫിലുള്ളവർക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ഉടമസ്ഥതയിൽ ഈ വില്ലേജിൽ ഒന്നിൽ കൂടുതൽ തണ്ടപ്പേർ അക്കൗണ്ട് ഉണ്ടെങ്കിൽ എല്ലാ തണ്ടപ്പേർ അക്കൗണ്ടുകളുടെയും നികുതി ഒന്നിച്ചടയ്ക്കുക. ഇതിനായിട്ട് വ്യൂ ആൻഡ് ആഡ് ഓപ്ഷൻ ഉപയോഗിക്കുക. അത് പ്രത്യേകം കണ്ടല്ലോ. ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളുള്ളവരും തണ്ടപ്പേരുള്ളവരും ഇത് ചെയ്യണം. എല്ലാ തണ്ടപ്പേർ അക്കൗണ്ടുകളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി ഒരു രസീത് മാത്രമായിരിക്കും അനുവദിക്കുക. ഒരു രസീതാണ് വരിക. താങ്കൾ ഏതെങ്കിലും തണ്ടപ്പേർ അക്കൗണ്ട് നമ്പർ തെറ്റായി ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കി നികുതി കൊടുക്കുക. ഇതിനായി തണ്ടപ്പേരിൻ്റെ ഒപ്പമുള്ള ഇൻഡു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള വിവരങ്ങൾ വിശദമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഐ കൺഫേം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞ് വരുന്നതിൽ കണ്ടോ, നമ്മൾ ഡിസ്ട്രിക്ട്, താലൂക്ക്, വില്ലേജ്, ബ്ലോക്ക് ഇത് സെലക്ട് ചെയ്യുക. നമ്മൾ സ്ഥലമുള്ള അവിടുത്തെ ഡിസ്ട്രിക്ട്, വില്ലേജൊക്കെയാണ് സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. കാരണം ചിലർ പാലക്കാടുള്ള ആൾക്ക് തിരുവനന്തപുരത്ത് സ്ഥലം ഉണ്ടാകാം. നിങ്ങളുടെ ഭൂമി എവിടെയാണോ അവിടുത്തെ ഡിസ്ട്രിക്ട്, താലൂക്കാണ് കൊടുക്കേണ്ടത്. തണ്ടപ്പേർ ഡീറ്റെയിൽസ് എന്നുള്ളത് കൊടുത്തിട്ട് താഴത്ത് ആഡ് എന്നുള്ളത് കൊടുത്തേക്കാം. ഈ തണ്ടപ്പേര് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങളുടെ മുന്നത്തെ ടാക്സ് റെസിപ്റ്റിൽ ഉണ്ടാവും കേട്ടോ. അതുപോലെ ലാൻഡ് ഡീറ്റെയിൽസ് എന്നുള്ളത് സർവേ നമ്പറാണ്. സർവേ നമ്പർ ഒരു ബാർ ഇട്ടിട്ട് വരും. ആ ബാർ വേണ്ട. ഇപ്പോൾ 322/12 അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ ആ ബാർ കഴിഞ്ഞിട്ടുള്ളത് വേണ്ട. ആ 3 അക്കം മാത്രം മതി. അത് നിങ്ങളുടെ മുന്നത്തെ ലാൻഡ് ടാക്സിൽ നോക്കിയാൽ കാണാൻ പറ്റും. എന്നിട്ട് വ്യൂ ആൻഡ് ആഡ് എന്നുള്ളത് കൊടുക്കുക. ഒന്നിൽ കൂടുതലുണ്ടെങ്കിലും അതിൽ ആഡ് ചെയ്യാന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നതിൽ ഒന്നിൽ കൂടുതലില്ല. അതുകൊണ്ട് ആ ഡീറ്റെയിൽസ് വരികയാണ്. അതിൽ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ആഡ് ആൻഡ് വ്യൂ എന്നുള്ളത് കൊടുത്ത് നമുക്ക് വീണ്ടും സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് വരും. കണ്ടോ, ആപ്ലിക്കൻ്റ് നെയിം, ഫോൺ നമ്പർ, ഡീറ്റെയിൽസ് എല്ലാം വരും. അതിൽ പേ ടാക്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് വരും. പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് 15 രൂപയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് പേയ്മെൻറ്റ് ഓപ്ഷൻ എന്നുള്ളതിൽ ഇങ്ങനെ നെറ്റ് ബാങ്കിങ്,
പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. ഒന്നാമത്തെ നെറ്റ് ബാങ്കിങ്ങിലും രണ്ടാമത്തെ ക്രെഡിറ്റ് കാർഡ് കാര്യങ്ങളും മൂന്നാമത്തെ ചെയ്താൽ UPI പേയ്മെൻറ്റും വരും. ഞാൻ UPI പേയ്മെൻറ്റാണ് സെലക്ട് ചെയ്ത് നമുക്ക് കാർഡോ എന്ത് വഴിയും നമുക്കത് ചെയ്യാവുന്നതാണ്. UPI പേയ്മെൻറ്റ് പറഞ്ഞാൽ അറിയാലോ, ഗൂഗിൾ പേ ആണ്. പേയ്മെൻറ്റ് കൊടുത്തപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വന്നു, GRN ജനറേറ്റഡ് പറഞ്ഞിട്ട്. പിന്നെ അത് ഇങ്ങനെ വരും, ഈ ട്രഷറി ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പ്രൊസീഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ UPI ID അടിക്കാൻ വേണ്ടി പറയും. ഈ UPI ID എന്നുള്ളത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ പേയോ ഗൂഗിൾ പേയോ ഭീമോ ഏതിലാച്ചാൽ അതിൽ പോയി കാണാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ അത് ഗൂഗിൾ പേ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും മുകളിൽ വലതുവശത്ത് പോയി കഴിഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചിത്രം ഉണ്ടാവുമല്ലോ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് നമ്മൾ കൊടുത്ത പേരിനൊപ്പം തന്നെ @ SBI എന്നോ HDFC ബാങ്ക് എന്നൊക്കെ ആയിരിക്കും. അതവിടെ കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. അത് ഫോൺ പേയിലും ഒക്കെ ഉണ്ടാവും അത്. എന്നിട്ട് കണ്ടിന്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏതിലാണോ ചെയ്തത്, ഗൂഗിൾ പേ ആണെങ്കിൽ അതിലേക്ക് നോട്ടിഫിക്കേഷൻ വരും, ഫോൺ പേ ആണെങ്കിൽ ഫോൺ പേയിൽ നോട്ടിഫിക്കേഷൻ വരും. അത് മുകളിൽ തന്നെ വരും. അത് ക്ലിക്ക് ചെയ്തിട്ട് പേയ്മെൻറ്റ് കൊടുക്കുക. ഇത് ഞാൻ UPI ആണ് കാണിച്ചത്, നിങ്ങൾക്കത് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഒക്കെ വഴി ചെയ്യാം. അങ്ങനെ ഗൂഗിൾ പേ പേയ്മെൻറ്റ് ചെയ്തു. എന്നിട്ടത് തിരിച്ചു പോകും. തിരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് താഴത്ത് ഗെറ്റ് റെസിപ്റ്റ് എന്നുള്ളത് കാണും. പേയ്മെൻറ്റ് ഡീറ്റെയിൽസിലേക്ക് പോയിട്ട് ഗെറ്റ് റെസിപ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ ഡൗൺലോഡ് ചെയ്ത് വരുന്നതിന് നമുക്ക് ആവശ്യം വരുമല്ലോ, അതിൻ്റെ കാരണത്തിലേക്ക് ഞാൻ എൻ്റെ തന്നെ മെയിലിലേക്ക് അയച്ചിടുകയാണ്. നമുക്കിതിനെ ഇവിടുന്ന് തന്നെ മുകളിൽ 3 കുത്ത് കാണും. അതിലൂടെ ഷെയർ വഴി നമുക്ക് മെയിലിലേക്കോ വാട്സപ്പിലേക്കോ എവിടേക്ക് വേണമെങ്കിൽ ചെയ്യാം. ഫോണിൽ തന്നെ സ്റ്റോർ ചെയ്തിടുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ ടാക്സ് അടച്ചിരിക്കുന്നു. കുടിശ്ശികയുള്ളവർ വില്ലേജ് ഓഫീസ് തന്നെ പോയിട്ട് അടയ്ക്കണം കേട്ടോ. അപ്പോൾ ഇനി പുറകിലേക്ക് വന്നിട്ട് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്ത റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ആ സൈറ്റിൽ തന്നെ നിൽക്കുന്നത്. അതിലെ ഇടതുവശത്ത് മുകളിൽ 3 വര കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ യൂണിക് തണ്ടപ്പേറിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ പോവാണ്. അപ്പോൾ മുകളിൽ ആ 3 വരയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങനെ വരും, അതിൽ 7ാമതായിട്ട് കണ്ടോ ആധാർ ലിങ്കിങ് എന്നുള്ളത്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമുക്ക് യൂണിക് തണ്ടപ്പേറിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ പോകേണ്ടത്. അപ്പോൾ ഇതാ ഇങ്ങനെ വരും. അതിൽ ഗൈഡ് ലൈൻസ് ഫോർ ആധാർ ലിങ്കിങ് എന്നുള്ളത് കണ്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കണം. അല്ലാത്ത പക്ഷം തണ്ടപ്പേരുമായിട്ട് ആധാർ ബന്ധിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ മൊബൈൽ ആധാറായിട്ട് ബന്ധിപ്പിക്കാൻ എന്ത് ചെയ്യണം? ഈസി ആയിട്ട് പറയണമെങ്കിൽ അക്ഷയ വഴി പോയിട്ട് ചെയ്താൽ മതി. ഇതിന് താഴത്തെ ഒരു ലിങ്കൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷേ ചിലപ്പോൾ പെട്ടെന്ന് ആവണമെന്നില്ല. അക്ഷയ വഴി പോയി ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം തന്നെ ആവുന്നുണ്ട്. സ്വന്തം ഉടമസ്ഥതയിലും അനുഭവത്തിലുമുള്ള ഭൂമി മാത്രം ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുക. സ്വന്തം പേരിലല്ലാത്ത ഭൂമിയിൽ ആധാർ ലിങ്ക് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. താഴത്തേക്ക് സ്ക്രോൾ ചെയ്താൽ മൊബൈൽ നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്തില്ലെങ്കിൽ ആധാർ എൻറോൾമെൻറ്റ് സെൻറ്ററുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. താങ്കളുടെ സമീപത്തുള്ള എൻറോൾമെൻറ്റ് സെൻറ്ററുകളുടെ വിവരം ലഭ്യമാകുന്നതിനായിട്ട് താഴെ കാണുന്ന ലിങ്ക് ഉപയോഗിക്കാവുന്നതാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ അക്ഷയ പോയാൽ മതി. നിങ്ങളുടെ മൊബൈൽ ആധാറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ അക്ഷയ പോയാൽ മതി. 2 ദിവസത്തിലേക്ക് അത് ശരിയാവുന്നതാണ്. എന്നിട്ട് താഴത്ത് SI അണ്ടർസ്റ്റുഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്താൽ വരുന്നതിലാണ് നമുക്ക് ആധാർ ലിങ്ക് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇവിടെ 2 ദിവസമായിട്ട് നോക്കുന്നു, മൊബൈലിൽ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ തണ്ടപ്പേർ നമ്പർ മാത്രമേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. സെലക്ട് ഡിസ്ട്രിക്ട്, സെലക്ട് താലൂക്ക്, സെലക്ട് വില്ലേജ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഈ ചെയ്യുന്ന ദിവസം വരെ ഇത് പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇതിന് ശേഷമുള്ളത് സിസ്റ്റത്തിലാണ് ചെയ്തത്. പക്ഷേ നിങ്ങൾക്കിത് മൊബൈലിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കൂ. അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റത്തിൽ കാണുന്ന ഓപ്ഷൻ തന്നെയാണ് വരിക. ഇനി ഞാൻ സിസ്റ്റത്തിൽ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. സിസ്റ്റത്തിലും നമ്മൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് സൈറ്റിൽ പോവുക. ഞാനിവിടെ രജിസ്റ്റർ ചെയ്യുന്നൊന്നും കാണിക്കുന്നില്ല, നേരെ ലോഗിൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തല്ലോ. ലോഗിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ യൂസർ നെയിമും പാസ്വേഡും ആ സെക്യൂരിറ്റി കോഡും ടൈപ്പ് ചെയ്യാൻ വേണ്ടി വരും. അത് ടൈപ്പ് ചെയ്തിട്ട് സൈൻ ഇൻ എന്നുള്ളത് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പണായിട്ട് വരും. നമ്മൾ മൊബൈലിൽ കണ്ടതുപോലെ തന്നെയാണ്. ഇതിൽ ഇടതുവശത്ത് കണ്ടോ ആധാർ ലിങ്കിങ് എന്നുള്ളത് 7ാമതായിട്ട് കാണുന്നത്. ആ ആധാർ ലിങ്കിങ്ങിലാണ് നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തന്നത്. അത് സിസ്റ്റത്തിലാണെങ്കിലും ക്ലിക്ക് ചെയ്യുക. മൊബൈലാണെങ്കിൽ നമ്മൾ കാണിച്ചതുപോലെ മുകളിൽ ഇടതുവശത്ത് 3 വരയിൽ പോയി ക്ലിക്ക് ചെയ്താൽ മതി. സിസ്റ്റത്തിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഗൈഡ് ലൈൻ ഫോർ ആധാർ ലിങ്കിങ് എന്നുള്ളത് വരും. അതിപ്പോൾ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. അതിൽ SI അണ്ടർസ്റ്റുഡ് എന്നുള്ളത് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള എല്ലാ ഭൂമിയും ജില്ല, താലൂക്ക്, വില്ലേജ്, ബ്ലോക്ക്, തണ്ടപ്പേർ എന്ന ക്രമത്തിൽ നൽകി ആഡ് ടു ലിസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് ലിസ്റ്റിലേക്ക് ചേർക്കുക. തെറ്റായ തണ്ടപ്പേർ ചേർക്കുകയാണെങ്കിൽ റിമൂവ് ബട്ടൺ ഉപയോഗിച്ച് മാറ്റാവുന്നതാണ്. കൂട്ടവകാശമുള്ള ഭൂമിയിൽ സ്വന്തം പേര് മാത്രം തിരഞ്ഞെടുക്കേണ്ടതാണ്. ഇവിടെ ഡിസ്ട്രിക്ട്, താലൂക്ക്, വില്ലേജ്, ബ്ലോക്ക് സെലക്ട് ചെയ്തിട്ട് തണ്ടപ്പേർ നമ്പർ കൊടുക്കുക. അടുത്ത് TN സബ് നമ്പർ അത് വേണമെന്നില്ല. എന്നിട്ട് ആഡ് ടു ലിസ്റ്റ് എന്നുള്ളത് കൊടുക്കുക. ഇത് ശ്രദ്ധിച്ച് ചെയ്യണേ. ആഡ് ടു ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഇവിടെ കാണിക്കാനുള്ളത് ഒരു സ്ഥലത്തിൻ്റെ മാത്രമാണ്. അതുകൊണ്ട് അവിടെ സ്ഥലത്തിൻ്റെ പേരും അഡ്രസ്സും ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാകും.
കൂടുതൽ തണ്ടപ്പേരുകളുള്ളവർ ഇങ്ങനെ ലിസ്റ്റ് ചെയ്താൽ ഇങ്ങനെയാണ് കാണുക. ഈ സ്ക്രീനിൽ കണ്ടോ, ഇങ്ങനെ 1, 2, 3 എന്നുള്ളത് കാണും. ഇതിൽ നമ്മളല്ലാത്തതിന് വലത് സൈഡിൽ കാണുന്ന റിമൂവ് എന്നുള്ള പച്ച കളറിൽ കണ്ടോ, റിമൂവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് അത് മാറ്റാവുന്നതാണ്. എനിക്കിവിടെ കാണിക്കാനുള്ളത് ഒരു സ്ഥലത്തിൻ്റെയാണ്, അതുകൊണ്ടാണ് ഒരു സ്ഥലത്തിൻ്റെ അഡ്രസ്സ് മാത്രം കാണുന്നത്. ചിലർക്ക് കൂടുതൽ സ്ഥലങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കാണും. അതിനെല്ലാം നേർക്ക് ഒരു ടിക്ക് മാർക്ക് ഉണ്ടാവും ബ്ലൂ കളറിൽ കണ്ടോ. ആ പേരിന് നേർക്കൊരു ബ്ലൂ കളർ ടിക്ക് മാർക്ക് ഉണ്ടാവും. ആ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അത് ചെയ്ത ശേഷം താഴത്ത് ആധാർ നമ്പറും ഫോൺ നമ്പറും ആസ് പെർ ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ കൊടുക്കണം കേട്ടോ. എന്നിട്ട് അപ്ഡേറ്റ് എന്നുള്ളത് കൊടുക്കുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ കൺസെൻറ്റ് ഫോം എന്നുള്ളത് വരും. അതൊന്ന് വായിച്ചു നോക്കിയിട്ട് അതിലൊരു ടിക്ക് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. ആ ടിക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് മൊബൈലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് വരിക കേട്ടോ. നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും. ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുക. അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ വരും, സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് പറഞ്ഞിട്ട് മൊബൈലിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് വരിക. അത് നമ്മൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്കത് പുറകിലേക്ക് പോകും. അങ്ങനെ സബ്മിറ്റ് ചെയ്തതോടെ വില്ലേജ് ഓഫീസറുടെ ലോഗിനിൽ അപേക്ഷ ലഭിക്കും. വില്ലേജ് ഓഫീസർ പരിശോധിച്ച് അംഗീകരിക്കുന്ന മുറയ്ക്ക് നമുക്ക് യൂണിക് തണ്ടപ്പേർ ലഭിക്കുന്നതാണ്. അത് വന്നോ എന്നുള്ള അറിയാൻ എന്താ ചെയ്യുക? അതിന് നമ്മൾ പുറകിലേക്ക് പോയിട്ട് അതറിയാൻ വേണ്ടി നമ്മൾ പുറകിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ ആധാർ ലിങ്കിങ് ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ അവിടെ ആഡ് ടു ലിസ്റ്റിന് പകരം ഇപ്പുറത്തെ ഹിസ്റ്ററി എന്നുള്ളത് കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തതിൻ്റെ കാണാൻ പറ്റും. ഇപ്പോൾ ഇതിൽ കാണുന്നത് സൈഡിൽ എന്താണോ ചെയ്തത് അതിൽ പ്രോസസ്സിംഗ് എന്നാണ് വലതുവശത്ത് കാണുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ പ്രോസസ്സിംഗ് എന്നുള്ളത് കാണും. അവിടെ വില്ലേജ് ഓഫീസർ പരിശോധിച്ച് അംഗീകരിക്കുന്ന മുറയ്ക്ക് നമുക്ക് യൂണിക് തണ്ടപ്പേർ കിട്ടും. UTP യൂണിക് തണ്ടപ്പേർ. ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതാദ്യം മനസ്സിലാക്കുക. ഫോണിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ടാക്സ് എല്ലാം അടച്ച് കൃത്യമാക്കി അവിടെ വെച്ച ശേഷം അപ്പോൾ നിങ്ങൾ യൂസർ നെയിം കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഇത് വെച്ച് നിങ്ങൾ ഏതെങ്കിലും അക്ഷയയിലോ ഇൻ്റർനെറ്റ് ഉള്ള ഒരു കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്നിട്ട് ലാപ്ടോപ്പിലൂടെയും അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അതിലൂടെയൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് നമ്മളെല്ലാവരും ചെയ്തിരിക്കണം. ഭൂമിയുള്ള ഒരു സെൻറ്റെങ്കിലും ഭൂമിയുള്ള എല്ലാവരും ഈ യൂണിക് തണ്ടപ്പേർ എടുത്തിരിക്കണം. ഇത് പറ്റുമെങ്കിൽ കഴിയുന്നതും നിങ്ങളുടെ വീട്ടിലുള്ള അടുത്ത വീട്ടിലുള്ള ബന്ധുക്കളുടെയൊക്കെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് അറിയുമെങ്കിൽ നിങ്ങളതൊന്ന് ചെയ്തു കൊടുക്കുക. പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി വീണ്ടും പറയുകയാണ്. കാരണം വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാം. ഞാനിത് ഈ പറയുമ്പോൾ ഇത്രയും പ്രോസസ്സിങ് വന്നു എന്നേ ഉള്ളൂ, ഇത്ര ടൈം എടുത്തു എന്നേ ഉള്ളൂ. പക്ഷേ ഇതൊരു തവണ കണ്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസിയാണ്. നേരെ സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്യണു, ലോഗിൻ ചെയ്യുന്നു, ലാൻഡ് ടാക്സ് അടയ്ക്കുന്നു, പിന്നെ തണ്ടപ്പേരിനും അപേക്ഷിക്കുന്നു. വളരെ ഈസി ആയിട്ടുള്ള പ്രൊസീജിയറാണ്. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഉടൻ തന്നെ ഇത് മൊബൈലിലും ചെയ്യാൻ പറ്റും. മൊബൈലിൽ ചെയ്യാൻ പറ്റിയ തീർച്ചയായിട്ടും ഞാൻ അറിയിക്കാം. ഇങ്ങനെയുള്ള വിവരങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് നോട്ടിഫിക്കേഷനും പിന്നെ നമ്മുടെ ചാനൽ ലിങ്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ വിളിക്കാം. 88 65 65 65 3. അഥവാ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നേരെ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് എന്താണോ സംശയം അത് ജസ്റ്റ് ഒന്നൊരു വോയിസ് മെസ്സേജ് ഇട്ടോളൂ. നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിരിക്കും. ചില സമയത്ത് എൻ്റെ ജോലി സംബന്ധമായിട്ട് ഞാൻ ഫോൺ ഓഫ് ചെയ്യും. അതുകൊണ്ടാണ് പറയണത്. നിങ്ങൾക്ക് ഉത്തരം എന്തായാലും കിട്ടിയിരിക്കും. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഈ നമ്പറിലേക്ക് നിങ്ങളുടെ പേരും ജില്ലയും ഒന്ന് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു വെൽക്കം മെസ്സേജ് വരും. ആ വെൽക്കം മെസ്സേജിൽ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അനാവശ്യ മെസ്സേജുകൾ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ അങ്ങനെയൊന്നും വരില്ല. അഡ്മിൻ ഓൺലിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെയുള്ള ഇമ്പോർട്ടൻറ്റ് ന്യൂസുകൾ അറിയണമെങ്കിൽ അതിലും ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നുകൂടെ പറയുകയാണ്. ചുവന്ന കളറിലാണ് സബ്സ്ക്രൈബ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ സൈഡിൽ വരുന്ന ബെൽ ബട്ടൺ അതിൽ ഏറ്റവും മുകളിലത്തെ അമർത്തി വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബായി. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മളുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുന്നത്. പിന്നെ മറക്കാതെ നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കണ്ട. എന്നാൽ ശരി, അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. ലോക സമസ്ത സുഖിനോ ഭവന്തു.